ഹൈവേയിലേക്കാണോ? ആ അതെ, ഹൈവേയിലേക്ക്. കുറേ നേരമായിട്ട് വണ്ടി കാത്തിരിക്കുക. എന്നെ കൂടെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ആ കയറിക്ക്. എവിടേക്കാ മോനെ? ഞാൻ ടൗണിലേക്കാ. എന്നെ ഹൈവേയിലോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. ആ ശരി. അങ്കിളൊന്ന് ഇറങ്ങൂ. എന്താ മോനെ? ഞാൻ പറയാം, ഇറങ്ങും. എന്താ എന്താ പ്രശ്നം? എന്താ അങ്കിളെ, എന്താ പ്രശ്നം? പ്രശ്നമോ? എന്ത് പ്രശ്നമാ? ശരീരത്തെ കൈവച്ചത് പോട്ടെ, തുടർന്നുള്ള പരിപാടിയൊന്നും എനിക്ക് അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. അയ്യോ മോനെ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല. ശേ, ഒക്കെ വെറുതെ മോന് തോന്നിയതാ. അപ്പോൾ അങ്കിള് കൈവലിച്ചതോ? അങ്കിളെ, അനുവാദമില്ലാതെ തുടരുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇറിറ്റേഷൻ എനിക്കിപ്പോൾ ഉണ്ടായത്. അതാണെങ്കിലും പെണ്ണിന് ഒരുപോലെ അങ്കിളെ. അങ്കിളെ പ്രശ്നം അതെനിക്ക് മനസ്സിലായി, അവസ്ഥയും മനസ്സിലായി. പക്ഷെ അതിനായിട്ട് ആള് മാത്രം തെറ്റിപ്പോയി. സാറേ, എന്തു പറ്റി? സാറോടെ പോന്നു? സാർ എൻ്റെ കൂടെ ഹൈവേ ഇറങ്ങാൻ വേണ്ടി എൻ്റെ പുറകെ കയറി വന്നതാ. എന്നിട്ട് വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ്. ഇപ്പൊ ശരിയായി. ഓക്കെ, എങ്കിൽ ശരി സാറേ. മോനെ, എന്നെയൊക്കെ പഠിപ്പിച്ച് സാറാ, നോക്കിയോണേ. ശരി. അപ്പോൾ അത്യാവശ്യം നാട്ടിൽ കിട്ടുന്ന വ്യക്തിയാണ് ഞാൻ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവാ. അങ്ങനെ ഫോട്ടോ എടുത്ത് നടന്നൊന്ന് പോസ്റ്റ് ചെയ്താ, പിന്നൊന്നും പറയണ്ടല്ലോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്തില്ല കേട്ടോ. സോറി മോനെ, എൻ്റെ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. സാർ, എനിക്ക് സാറിനോട് ദേഷ്യമൊന്നുമില്ല. മനുഷ്യന്റെ അവസ്ഥകൾ മനസ്സിലാക്കാതിരിക്കാൻ നമ്മൾ 18-ാം നൂറ്റാണ്ടിലൊന്നുമല്ല ജീവിക്കുന്നത്. സാറ് വണ്ടി കയറി എവിടെയാണെന്ന് വെച്ചാൽ ഇറക്കാം. വേണ്ട മോനെ, ഞാൻ നടന്നു വയ്ക്കോളാം. സാറിനെ ഇപ്പം കയറ്റാതെ പോയാൽ മറ്റാരും അറിയാത്തോണ്ട് സാറിപ്പോൾ ഇതൊന്നും മറക്കും, പിന്നെ ആവർത്തിക്കും. മറിച്ച് സാറിപ്പോൾ എന്നോട് വന്നാൽ സാർ എന്നും ഒരു ജാഗ്രത വലിക്കും.
അതുകൊണ്ട് സാറ് വണ്ടി കയറി. പോവാം സാറേ.